ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ ഓണമൊക്കെ ആയി. അങ്ങനെ ദേ നമുക്കൊരു ഓണത്തിൻ്റെ ഷൂട്ട് വന്നിട്ടുണ്ട്. കോസ്റ്റ്യൂമും ഫോട്ടോഗ്രാഫിയും കൊളാബായിട്ടാണ്. അങ്ങനെ ദേ നമ്മൾ കോസ്റ്റ്യൂം ട്രയൽ ചെയ്യാനും അത് വാങ്ങിക്കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഒരുങ്ങി വന്നപ്പോഴേക്ക് തന്നെ 11 മണിയൊക്കെ ആയി. ഞാനും ചേച്ചിയും കൂടിയാണ് പോകുന്നത്. പിന്നെ നമ്മൾ അടുത്ത വീട്ടിലത്തെ ഏട്ടൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോയത്. തെങ്കര വരെ ഓട്ടോറിക്ഷ പോയിട്ട് അപ്പോഴേക്ക് ഇതേ മണ്ണാർക്കാട്ടേക്ക് പോകാനുള്ള ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബസ്സിൽ പോയി. നമുക്ക് മണ്ണാർക്കാടാണ് ബുട്ടീക്ക് വരുന്നത്. സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ദൂരം കൂടി പോകാനുണ്ട്. അപ്പം നമ്മൾ പിന്നെ സ്റ്റാൻഡ് വരെ ബസ്സിന് പോയിട്ട് പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് 3 ആൾക്കുള്ള ഷൂട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുമിച്ച് 3 ആളെ കൂടിയുള്ള ഞാനും 2 ചേച്ചിമാരും കൂടി ഉള്ള ഷൂട്ടാണ്. അങ്ങനെ വലിയ ചേച്ചി വന്നിട്ടില്ല. ഞാനും ചെറിയ ചേച്ചിയും കൂടിയാണ് കോസ്റ്റ്യൂം നോക്കാൻ പോകുന്നത്. വലിയ ചേച്ചിക്കുള്ളതും എൻ്റെ അതേ സൈസിൽ മതിയാവുകൊണ്ട് ഞാനിങ്ങനെ പോയി എടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ബുട്ടീക്കിലെത്തിയിട്ടുണ്ട്. ഷഹനാസ് ബുട്ടീക്ക് മണ്ണാർക്കാടാണ്. അങ്ങനെ നമ്മൾ കുറേ കോസ്റ്റ്യൂമൊക്കെ അവിടെ ഇരുന്ന് നോക്കി. പിന്നെ നമുക്കുള്ളത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കേർട്ടും ബ്ലൗസുമാണ് എനിക്കും ചെറിയ ചേച്ചിക്കും. വലിയ ചേച്ചിക്ക് ധാവണി സെറ്റാണ്. ഇതാണ് എൻ്റെ ഈ വൈറ്റും റെഡും വരുന്നത് എൻ്റെ, വൈറ്റും ഗ്രീനും ചെറിയ ചേച്ചീൻ്റെ, ഇത് വലിയ ചേച്ചീൻ്റെയാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്. എൻ്റെ സൈസിൽ മതി ചേച്ചിക്ക്. ഞാൻ ഇട്ട് നോക്കിയത് കുറച്ച് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. അതവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ട്രയൽ റൂമിൽ വന്നിട്ട് എല്ലാ കോസ്റ്റ്യൂമും ഞാനെന്നെയാണ് ട്രയൽ ചെയ്ത് നോക്കിയത്. അങ്ങനെ നമുക്ക് ഉള്ളതൊക്കെ റെഡിയായി. പിന്നെ നമ്മൾ അവരോട് ടാറ്റ ബൈ പറഞ്ഞ് ഇറങ്ങിയേക്കാണ്. ഇനി നമുക്കിതിൻ്റെ ഷൂട്ട് വരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. കാണുമ്പോഴേക്ക് ഷൂട്ട് കഴിഞ്ഞിട്ട് ഉള്ളതായിരിക്കും. അങ്ങനെ പനിയൊക്കെ പിടിച്ചതിൻ്റെ ഇടയിൽ അതാണ് വ്ളോഗ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആയിപ്പോയി. പിന്നെ നമുക്കുള്ള കോസ്റ്റ്യൂമും 3 ആളുടെയും കോസ്റ്റ്യൂമും എല്ലാം പാക്കാക്കി നമ്മളെടുത്ത് തന്നു. അങ്ങനെ നമ്മൾ വേഗം ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ വ്ളോഗ് വരുമ്പോഴേക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഡിലേ ആയി വ്ളോഗ് ഇടാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ പനിയൊക്കെ പിടിച്ചു. അതുകൊണ്ട് വ്ളോഗ് കുറച്ച് ഡിലേ ആയിപ്പോയി. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് കോസ്റ്റ്യൂം ചെയ്തു തന്നിട്ടുള്ളത് ഷഹനാസ് ബുട്ടീക്ക് മണ്ണാർക്കാടാണ്. കസ്റ്റമൈസ്ഡ് ഡിസൈന്, എംബ്രോയ്ഡറി, ആരി വർക്ക് അങ്ങനെ എല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫീൻ്റെയും അതേപോലെ തന്നെ കോസ്റ്റ്യൂമിൻ്റെയും എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റും റീലൊക്കെ നമ്മുടെ ഇൻസ്റ്റയിലാണ് വരിക. ആദ്യത്തെ ഒന്നിൽ ഇൻസ്റ്റയിൽ നോക്കിയാൽ മതി. അപ്പോൾ പോസ്റ്റും റീലൊക്കെ കാണാം നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഒരു ലൈം കുടിക്കാൻ വേണ്ടിയിട്ട് ബേക്കറി കയറി. ലൈമും കട്ട്ലൈറ്റുമാണ്. ഞാൻ ചേച്ചി ലൈമും കട്ട്ലൈറ്റൊക്കെ കഴിച്ച്. ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ജുംക്ക വാങ്ങാൻ വേണ്ടി ഫാൻസിലും കൂടിയും കയറിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോസ്റ്റ്യൂമിന് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രീൻ ജുംക്കി അതുപോലെ റെഡ് ജുംക്കിയൊക്കെ വാങ്ങി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോര് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്ക് ബസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ കയറി നേരെ തെങ്കരയ്ക്ക് വന്നു. തെങ്കരയിൽ നിന്ന് വീട്ടിലേക്ക് നടക്കാനുള്ളത് പോലും ഉണ്ടായിരുന്നില്ല. വെയിൽ കൊണ്ടാകതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇത് നമ്മുടെ ഷൂട്ടിൻ്റെ വീഡിയോ ആയിരിക്കും. ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ക്ലിപ്സൊക്കെ ആഡ് ചെയ്തൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അതിലായിരിക്കും ബാക്കി വിശേഷങ്ങളൊക്കെ. എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഷൂട്ടിൻ്റെ ആയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.